ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഞണ്ട് കറിയാണ്. അതുപോലെ തന്നെ ഞണ്ട് എങ്ങനെയാണ് ക്ലീനിങ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ 1/2 കിലോ ഞണ്ടാണ് എടുത്തത്. ഇത് ക്ലീൻ ചെയ്യാത്തവർ എന്തായാലും ചുരുക്കമായിരിക്കും, പക്ഷേ തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഈ ക്ലീനിങ് വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ചെറിയ ഞണ്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സൈസിലുള്ളത് എടുക്കുക. എളുപ്പത്തിൽ തന്നെ ഇത് ക്ലീൻ ആക്കാൻ പറ്റും. ഫസ്റ്റ് ഒരെണ്ണം നമ്മുടെ കയ്യിലെടുത്തിട്ട് അതിന് നമ്മൾ തിന്നാൻ ഉപയോഗിക്കുന്ന കാലില്ലേ, ആ കാല് രണ്ടും പൊട്ടിച്ചെടുക്കുക. അത് നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഉപയോഗിക്കാത്ത കാലൊക്കെ പൊട്ടിച്ചിട്ട് വേസ്റ്റിലേക്ക് ഇടുക. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ തോട് ഇളക്കി മാറ്റുക. അത് കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ അടർത്തുമ്പോൾ തന്നെ കിട്ടും. പിന്നെ ഉള്ളത് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെയാണ്. അത് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മുടെ കൈകൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റുന്നതൊക്കെ എടുത്ത് മാറ്റുക. പിന്നെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ നമുക്ക് ക്ലീനാക്കാം. ഇത്രയും ക്ലീനാക്കിയ ശേഷം അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു പാട്ടും കൂടി എടുത്തു മാറ്റാനുണ്ട്. അതും കൂടി മാറ്റിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ എല്ലാ ഞണ്ടും പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം. ഞണ്ടെല്ലാം കൂടി പാത്രത്തിലിട്ട് പൈപ്പ് ഇങ്ങനെ തുറന്ന് വെച്ച് ഞണ്ടെടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ മീതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മുടെ ഞണ്ടിൻ്റെ ഉള്ളിലുള്ള ആ കളയേണ്ട വേസ്റ്റൊക്കെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് അത് നല്ലപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ടാപ്പ് തുറന്ന് വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. ഇത് കറി വെച്ചിട്ട് കഴിക്കാം. അതുപോലെ തന്നെ റോസ്റ്റ് എല്ലാം നമുക്ക് ചെയ്യാം. വളരെ ടേസ്റ്റുമാണിത്. അതുകൊണ്ട് ഈ ക്ലീൻ ചെയ്യുന്ന ബുദ്ധിമുട്ടൊന്നും ആരും കാര്യമാക്കാറില്ല. ഇതിന് ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ മുഴുവനും ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതുണ്ടാക്കുന്ന കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുഴുവനും ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മല്ലിയില, കറിവേപ്പില, 2 ഉള്ളി, അതുപോലെ തന്നെ 2 തക്കാളി. വലിയതാണെങ്കിൽ ഉള്ളി ഒരെണ്ണം മതി. ഞാൻ ചെറിയ ഉള്ളി ആയതുകൊണ്ട് 2 എടുത്തു. ഈ ഒരു അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ട്, പിന്നെ കുറേ പൊടികൾ ആവശ്യമുണ്ട്. കുരുമുളക് ഞാൻ ഇപ്പോൾ പൊടിച്ചെടുത്തതാണ്, ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. എന്ന് നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കൽ നോക്കാം. ഒരു മൺചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടായപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. 3 ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നിന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒരു നല്ല പച്ച കളറൊക്കെ മാറുന്നത് വരെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ച ഉള്ളിയും അതുപോലെ തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 2 മിനിറ്റ്
അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് വാടിക്കിട്ടും. അതിനുശേഷം ഒന്ന് തവി കൊണ്ട് തന്നെ തക്കാളി ഉള്ളി നല്ലപോലെ ഉടച്ചു കൊടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ നല്ലപോലെ തന്നെ നമ്മുടെ മസാല ഒക്കെ വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഫുള്ളായിട്ട് നമ്മുടെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടാവുന്നതാണ്. ഞാനിത് ടോട്ടലി മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് എരിവ് ഫീൽ ചെയ്തത് കൊണ്ട് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് പൊടികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് കൂടുതലിടുന്നത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഓക്കെ, കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അത് പ്രശ്നമാണ്. എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഈ ഒരു ലെവലിൽ തന്നെ ഫ്ലെയിം കുറച്ചിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റുമ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ടോട്ടൽ എടുത്ത് വെച്ചത് 2 കപ്പ് വെള്ളമാണ്. അതിൽ നിന്ന് 1 കപ്പ് ഒഴിച്ചു കൊടുത്തു. നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. അതൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. തിളപ്പിച്ച് കൊടുത്ത് നമ്മുടെ കഴുകി വെച്ച ഞണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ, ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ല അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഗ്രേവി ഇതാണ് വേണ്ടതുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് ഞണ്ടിട്ട് കൊടുത്തു. ഈ ഒരു കറി ചോറിനും അതുപോലെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ബ്രെഡ്, ബന്ന് അങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒന്ന് നല്ല പോലെ തന്നെ ഞണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഈ ഒരു ഗ്രേവി മതിയെങ്കിൽ നിങ്ങൾ ഞണ്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഓഫ് ചെയ്യുക. ചെറിയ ഞണ്ടായതുകൊണ്ട് ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി. വലിയ ഞണ്ടാണെങ്കിൽ അതിനനുസരിച്ച് വേവ് കൂടുന്നതാണ്. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടത്. ഇതിനി എന്തായാലും തിളച്ച് കംപ്ലീറ്റ് വേവാകുമ്പോഴേക്കും എനിക്ക് ആവശ്യത്തിന് കറക്റ്റ് ആ ഒരു പാകമായി കിട്ടും. അതുപോലെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഞണ്ട് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഉപ്പ് കറക്റ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള എരിവും കറക്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. നല്ല പോലെ തന്നെ തിളച്ചതിന് ശേഷം ഫൈനലായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ വഴറ്റി കൊടുത്തു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഈ കറി കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കിടിലൻ ടേസ്റ്റുള്ള ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.